എന്തുകൊണ്ടാണ് നോർത്തിലും സൗത്തിലുമുള്ളവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള സ്കിൻ ടോൺ? സൗത്ത് ഇന്ത്യൻസ് എന്തുകൊണ്ടാണ് കൂടുതൽ ഡാർക്കർ സ്കിൻ ടോണിലുള്ള ആളുകളായത്? ആളുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള നിറമുണ്ടാകുന്നതിന്റെ ശാസ്ത്രീയ വശം എന്താണ്? ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മനസ്സിലെ ഇത്തരത്തിലുള്ള സംശയങ്ങളുടെ ഉത്തരങ്ങളാണ് കാണാൻ പോകുന്നത്. സ്കിൻ ടോൺ എന്തു തന്നെയാണെങ്കിലും സ്കിൻ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ 28 ദിവസം കഴിയുമ്പോഴും നമ്മുടെ സ്കിന്നിന് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് കൂടുതൽ കെയർ കൊടുക്കാൻ സാധിക്കാറില്ല. അത് കാരണം സ്കിൻ കൂടുതൽ ഡൾ ആവുകയും ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്കിന്നിൽ തീർച്ചയായും മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി നിങ്ങൾക്ക് എക്സ്പെൻസീവ് പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ട കാര്യവുമില്ല. ലൈഫ് സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് തിളക്കമുള്ള സ്കിൻ നേടാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. ഇതിൽ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് ഉള്ളത്. ദിവസേന ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ് ആണ് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ തുടങ്ങിയവ. ഫേസ് വാഷ് ഒരു ദിവസം 2 നേരം ഉപയോഗിക്കുക, രാവിലെയും രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപും. ഇതിൽ കൂടുതൽ തവണ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ ഇറിറ്റേറ്റഡ് ആകുന്നതാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മെന്നിന്റെ ടഫ് സ്കിന്നിന് വേണ്ടി ഒരു നല്ല പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. സ്കിൻ കെയറിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫേസ് വാഷ് എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് പുരുഷന്മാരുടെ ടഫ് സ്കിന്നിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മഡ്സ്റ്റാക്ക് ഓഷ്യൻ ഫേസ് വാഷ്. ഇതിന്റെ മൾട്ടി ആക്ഷൻ ഫോർമുല മുഖത്തിലെ ഡേർട്ട് കളയാൻ സഹായിക്കും. എല്ലാ ദിവസവും ഏതുതരം സ്കിന്നിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മൈൽഡ് ഫേസ് വാഷ് ആണിത്. ഈ ഫേസ് വാഷിൽ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ലിക്കോറൈസ് എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ സാലിസിലിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പിമ്പിൾസ്, ആക്നെ തുടങ്ങിയവ കുറയ്ക്കുകയും ഡൾനെസ് മാറ്റി സ്കിൻ ബ്രൈറ്റ് ആക്കുകയും ചെയ്യും. ഇതിൽ ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങാൻ സാധിക്കും. എല്ലാ ദിവസവും ഉപയോഗിക്കാനായി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണിത്. ഫ്ലിപ്കാർട്ടിൽ 4 ലക്ഷത്തിൽ പരം റിവ്യൂസ് ഉള്ള പ്രൊഡക്റ്റ് ആണിത്. ഓഫറിന്റെ ഭാഗമായി 150 എന്ന വളരെയധികം അഫോർഡബിൾ ആയ റേറ്റിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങാനായി പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാങ്ങിച്ച് ഉപയോഗിച്ച ശേഷം കമന്റ് ബോക്സിൽ അഭിപ്രായം പറയും. ഇനി ഫേസ് വാഷിന് ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുന്നതിലൂടെ മുഖം തിളക്കമുള്ളതാകുന്നു. അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ മുഖത്തിന്റെ സാധാരണ ഈർപ്പം നിലനിർത്തുകയും ചെയ്യും. സൺസ്ക്രീൻ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥ വളരെയധികം ചൂടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും ധാരാളം ഹാർംഫുൾ UV റേഡിയേഷൻസിന്റെ എക്സ്പോഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലൂടെ ടാനിങ്, ഡാർക്ക് സ്പോട്ട്സ്, റിങ്കിൾസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സൺസ്ക്രീനെ ഇവയിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് മിനിമം 50 SPF ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. സ്കിൻ പ്രധാനമായും 3 ലെയേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ് തുടങ്ങിയവയാണ് അവ. അതിൽ ഏറ്റവും പുറമേ കാണുന്ന പാളിയാണ് എപ്പിഡെർമിസ്. അത് സൂര്യന്റെ ഹാനികരമായ UV റേഡിയേഷൻസിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിൽ മോയ്സ്ചറൈസർ നിലനിർത്തുന്നതിനും സഹായിക്കും. മിഡിലുള്ള തിക്ക് ലെയർ ആണ് ഡെർമിസ്. അതിലാണ് ഹെയർ ഫോളിസിസ്, കൊളാജൻ തുടങ്ങിയവ കാണപ്പെടുന്നത്. സ്കിന്നിന് എലാസ്റ്റിസിറ്റി നൽകുന്നത് ഈ പാളിയാണ്. ഇനി ഏറ്റവും ആഴത്തിലുള്ള 3ാമത്തെ ലെയർ ആണ് ഹൈപ്പോഡെർമിസ്. ഇവിടെയാണ് ഫാറ്റ് സെൽസ്, സ്കിൻ മസിൽസ് തുടങ്ങിയവ കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ പാളിയാണ് മെലാനിൻ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ 3 ലെയറിനെയും നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ട്രീറ്റ്മെന്റിന്റെയും ആവശ്യമില്ല. നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും നിങ്ങളുടെ സ്കിൻ കൂടുതൽ തിളങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ദിവസം കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക. ഇനി നമുക്ക് ശാസ്ത്രീയ വശം എന്താണെന്ന് കണ്ടാലോ. ആളുകളുടെ സ്കിൻ കളർ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏകദേശം 5000 ആളുകളുടെ സ്കിൻ കളർ ബേസ് ചെയ്ത് നടത്തിയ ഗവേഷണത്തിൽ കാര്യമായ ജനറ്റിക് വേരിയേഷൻസും കാണാൻ സാധിച്ചില്ല. വാസ്തവത്തിൽ സ്കിൻ കളർ ജനറ്റിക്സിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും സൗത്ത് ഇന്ത്യൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ജനറ്റിക്സ് മാത്രമല്ല ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കിൻ ടോൺ നിങ്ങൾ എത്രത്തോളം ലൈറ്റ് എക്സ്പോഷർ നേരിടുന്നുവോ അത്രത്തോളം ഡാർക്കർ ആകും എന്നത്. അതിൽ പ്രത്യേകതരം ഒരു ജീൻ ഇൻവോൾവ്ഡ് ആണ്. ഉദാഹരണമായി പറഞ്ഞാൽ 8000 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടനിലെ ആളുകൾ ഡാർക്ക് സ്കിൻ ടോൺഡ് ആയിരുന്നു. ഇത് ജനറ്റിക്കലി പ്രൂവ്ഡ് ആയ കാര്യമാണ്. വൈറ്റമിൻ D ശരീരത്തിലെത്തുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സൂര്യപ്രകാശം. പക്ഷേ മെലാനിൻ ലെയറിന്റെ തിക്നെസ് കൂടുന്നതിലൂടെ UV റേഡിയേഷൻസിന് സ്കിന്നിൽ വൈറ്റമിൻ D ഉണ്ടാക്കാനുള്ള പ്രവർത്തനം ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ കാലക്രമേണ അവരുടെ ശരീരത്തിലെ മെലാനിന്റെ അളവ് കുറഞ്ഞു വന്നു. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഒരേ രാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ആളുകളുടെ ശരീരത്തിലെ നിറം വ്യത്യസ്തമാണ്. ഒരറ്റത്ത് എക്സ്ട്രീം വൈറ്റ് സ്കിൻ ടോൺ കാണുമ്പോൾ മറ്റേ അറ്റത്ത് എക്സ്ട്രീം ഡാർക്ക് സ്കിൻ ടോൺ ആണ് കാണാൻ സാധിക്കുന്നത്.
ഇതിന്റെ കാരണങ്ങൾ പലതാണ്. നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലുള്ളതുപോലെ ലൈറ്റ് ഇന്റൻസിറ്റി ആൻഡ് എക്സ്പോഷർ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ലൈറ്റ് അവൈലബിലിറ്റിയിലും സ്കിന്നിന് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ആളുകളുടെ ബോഡി അഡാപ്റ്റ് ചെയ്തു. അതായത് ശരീരത്തിലെ നിറം എന്നത് കാലങ്ങളായുള്ള പരിണാമത്തിന്റെ ഫലമാണ്. അതിൽ ചുറ്റുപാടുമായി അഡാപ്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ നിറം നിശ്ചയിക്കുന്നത് ജെനറ്റിക്സിനേക്കാളും കൂടുതൽ നിങ്ങളുടെ എൻവയോൺമെന്റ് ആണ്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്തെന്നാൽ 2 മുതൽ 3 തലമുറയാകുമ്പോൾ തന്നെ ശരീരത്തിന്റെ നിറത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് ഇന്ത്യയിലുടനീളം ജെനറ്റിക്സിൽ വലിയ ഡിഫറൻസ് എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തതെന്ന് നോക്കാം. ദ്രാവിഡൻസിന്റെ പൂർവ്വകാല ആൻസെസ്റ്റിയെ പറയുന്ന പേരാണ് ആൻഷ്യന്റ് സൗത്ത് ഇന്ത്യൻ ആൻസെസ്റ്റി. എന്നാൽ ഇതേ ആൻസെസ്റ്റി നോർത്ത് ഇന്ത്യയിലും കാണാൻ സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ജെനറ്റിക്കലി ഡിഫറൻസ് ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ 3000 വർഷം മുന്നേ നടന്ന ഇന്റൻസ് മൈഗ്രേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുടനീളം എല്ലാ തരത്തിലുള്ള ആൻസെസ്റ്റിയും ഈവനായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉത്തരേന്ത്യയിലെ ആളുകളുടെ ശരീരത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു ജീനാണ് R1A1. എന്നാൽ ഇന്ത്യയിലുടനീളം വിശദമായ പഠനം നടത്തുന്നതിനിടയിൽ ദക്ഷിണേന്ത്യയിലെ 2000-ഓളം ആളുകളുടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അവരിലും ഇതേ കണ്ടെത്തുകയുണ്ടായി. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം തെളിയിക്കാൻ ഇതിലും ഒരു വലിയൊരു എവിഡൻസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്കിൻ ടോൺസ് ബേസിക്കലി ജിയോഗ്രഫിക്കൽ എൻവയോൺമെന്റിനെ ബേസ് ചെയ്താണ് ചേഞ്ച് ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ അവിടുത്തെ ആളുകളുടെ നിറം കുറച്ചുകൂടി ഡാർക്കർ ആവുന്നതിന് ഒരു കാരണമാണ്. സയന്റിഫിക് ഫാക്ട്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്കിൻ കെയറിന്റെ ഭാഗമായി ദിവസവും ക്ലെൻസിംഗ്, മോയ്സ്ചറൈസിംഗ്, സൺ പ്രൊട്ടക്ഷൻ തുടങ്ങിയവ ചെയ്യാൻ മറക്കരുത്. ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് ക്ലെൻസറായി മസ്റ്റാക് ഓഷ്യൻ ഫേസ് വാഷ് ഉപയോഗിക്കൂ. റിസൾട്ട് ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, മറക്കാതെ ചെക്ക് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു.